വീട്ടിൽ സപ്പോർട്ടൊക്കെ ഉണ്ടോ? ആ തലവരെ വന്നിട്ട് 5 വർഷമായി ഒരു സപ്പോർട്ടും ഇല്ല. അതല്ലേ ചോദിച്ചേ, സപ്പോർട്ടൊക്കെ തൈ ഉണ്ടോന്ന്? ആ സപ്പോർട്ടൊക്കെ തൈ ഉണ്ടോന്ന് എനിക്കറിയാം. ഇന്നും ഓവർ ടൈം ആണല്ലേ? ആ ഏയ് നീ എന്താ പെഡിഗ്രി ആണോ ഉച്ചയ്ക്ക് കഴിച്ചേ? ഒരുമാതിരി പട്ടി മണത്ത് വരണ പോലെ. അല്ല, ഒരു നല്ല മണം. മണ നീയാണ് സത്യം, ഞാൻ ഇന്ന് കുടിച്ചിട്ടില്ല. അതല്ല, ഒരു നല്ല പെർഫ്യൂമിന്റെ മണം. മക്കൾ ഉറങ്ങിയാ? മക്കളൊക്കെ ചോറുണ്ടിട്ട് ഉറങ്ങി. നിങ്ങളെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, എവിടുന്ന പെർഫ്യൂമിന്റെ മണം? അത് ഞാനൊരു പെർഫ്യൂം ടെസ്റ്റ് ചെയ്തതാ. എവിടെ നോക്കട്ടെ എന്നാ. നീ വെറുതെ CBI കളിക്കാൻ്റെ, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, വാങ്ങിയിട്ടില്ല. നീ അതെ ഭക്ഷണം വിളമ്പിയേ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കുളിച്ചിട്ട് വരാം. ആ ഞാനിപ്പോ എത്തിയുള്ളൂ. എന്നാലും അതല്ലല്ലോ. നീ ഇപ്പൊ എത്തി? എന്തോ ഉണ്ട്, കണ്ടുപിടിക്കാം. നല്ല പാട്ടല്ലോ അത്. എന്ന് തുടങ്ങി? എന്ത്? അല്ല, ഈ തമിഴ് സോങ്ങിനോടുള്ള ഇഷ്ടേ. തമിഴ് നല്ല മെലഡി സോങ് അല്ലത്. എന്താ വൈബ്? അതെ, തന്ത വൈബ്. ഞാൻ അന്ന് പറഞ്ഞില്ലേ, അതങ്ങനെ ചെയ്യാം. അതൊന്നും വിഷയമല്ല, അതൊക്കെ ഹാൻഡിൽ ചെയ്യാതെ. ഓ പിന്നെ കണ്ടുപിടിക്കണം. മതി, ഓഫ് ചെയ്തേ. നിങ്ങക്കേ പഠിക്കാണ്ട് പോയിട്ട് പഠിച്ചേ. സൺഡേ അല്ലേ, ഇന്ന് എന്ത് പഠിക്കാൻ? എൻജോയ് ചെയ്യേ. നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മതി. ടീച്ചർമാരെ വിളിച്ചിട്ട് കംപ്ലൈന്റ് ചെയ്യണത് എന്നെയാ. നിങ്ങൾക്ക് ജോലി നോട്ട് രാവിലെ എഞ്ചിട്ട് പോയാ പോരെ. എന്ത് ബിബി? താടി ഒന്ന് ട്രിം ചെയ്യണം. ആര് പറഞ്ഞു താടി ട്രിം ചെയ്യാൻ? കമ്പനി റൂളാണ്. ഓ, വയസ്സാം കാലത്ത് ഇനിയിപ്പോ ഷാറുഖ് ഖാൻ ആവാൻ നടക്കണ്. അതെ, മനസ്സ് ചെറുപ്പായാലേ ശരീരം ചെറുപ്പാവും അല്ലേ മോളെ? ഈ കണ്ട എയർ മുഴുവൻ പിടിച്ചിട്ടേ നിങ്ങൾക്ക് വല്ല മസിൽ വെട്ടിക്കേറിയ ഞാൻ എന്നെ കൊണ്ടുപോടണം. ശരിയാ. അപ്പനെ സൈഡിൽ നോക്കുമ്പോ ഒരു വിരാട് കോഹ്ലിയുടെ കട്ട്. കേട്ടോടി, പിള്ള മനസ്സിൽ കള്ളമില്ല. എനിക്ക് മനസ്സിലായി വരുന്നു. മോള് പറ. അപ്പടെ മുറ്റു ഓട കണ്ണോ. അപ്പൊ ട്രിം ചെയ്യണോ വേണ്ടേ? അപ്പ ട്രിം ചെയ്യണ്ട. ട്രിം ചെയ്യണ്ടേ? പിന്നെന്താ വേണ്ടേ? മൊട്ടടിക്കോ? മുട്ടടിക്കാനാ? അമ്മയുടെ മോളെന്നെ. ഞാനേ മറ്റേ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വന്നോ നോക്കാനായിട്ട്. എന്തിന്റെ? നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ. നിങ്ങൾ ഇതിന് പാസ്വേഡ് മാറ്റിയില്ലേ? അത് ഈ കുട്ടികള് എടുത്ത് നോക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടേ. ഓ, പ്രൈവസി കിട്ടുന്നുണ്ടാവില്ല. എക്സാക്ട്ലി. ഞാനേ കുളി കഴിഞ്ഞ് വന്നോളൂ നോക്കാം. പാസ്വേഡ് മാറ്റി വെച്ചേക്കാണ്. കുളി കഴിഞ്ഞിട്ട് നോക്കാന്നാ. അങ്ങനെ പാസ്വേഡ് പറഞ്ഞു തരരുത്. അമ്മ എന്താ നടന്നോണ്ട് കൊന്ത ചൊല്ലുക? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മലയാളത്തിൽ പറഞ്ഞാ മതി, എനിക്ക് മനസ്സിലാവും. ആ സ്ഥാനത്ത് കോമഡി അടിച്ചാലേ നിനക്ക് എന്റെ കയ്യിൽ നല്ല അടി കിട്ടും. അനുഭവ ജ്ഞാനം കൊണ്ടും അമ്മയോടുള്ള സ്നേഹം കൊണ്ടും ഞാൻ പറയാണ്, ഇതിനൊരു പരിഹാരമില്ല. ഇറ്റ്സ് ഇൻക്യൂറബിൾ. അതെ, വേഗം പോയിട്ട് റെഡി ആവാൻ നോക്ക്. ഇനി അധികം നേരം നീ പ്രസംഗിക്കാൻ നിന്നാ നിന്നെ ഞാൻ ഇൻക്യൂറബിൾ ആക്കും.
ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഇന്ന് ഓവർ ടൈം ഉണ്ടാവൂട്ടാ. ഇന്ന് വൈകൂന്ന് പറഞ്ഞിട്ട് നീ നാട്ടിക്ക് വെച്ചേ സൈറ്റിൽ എന്തോ ഇഷ്യൂ, ഞാനങ്ങ് പോന്നു. ആ എന്തേട്ടാ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ആ തിരി തടി വെച്ചിട്ടുണ്ട്. അതല്ല, നമ്മുടെ ഇടയിൽ ഒരു ഗ്യാപ്പ്. എന്ത് ഗ്യാപ്പ്? നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ അവിടെ ഇരിക്കണാണെന്ന് നിനക്ക് തോന്നണ്ട. ആളവടിയൊക്കെല്ലേ? എടി 2 കിലോ ചിക്കനും വാങ്ങി കറി വെക്കാൻ വേണ്ടി വരുമ്പോ ഒരു ഭർത്താവിന്റെ അടുത്ത് ചോദിക്കണ ചോദ്യം അത്. നിങ്ങളല്ലെങ്കിലും പണ്ടേ വിഷയം മാറ്റാൻ എടുക്കണ. ഞാൻ അന്ന് നിങ്ങളെ പെണ്ണ് കാണാൻ വന്ന ദിവസം പറഞ്ഞില്ലേ, നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെന്നാ പറഞ്ഞേ? ഞാൻ ഈ വഴിക്ക് വന്നിട്ടില്ല, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതൊക്കെ എത്ര പണ്ട് നടന്ന കാര്യങ്ങളാ, അത് ആലോചിച്ചിരിക്കപ്പോ അല്ല. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്, എന്റെ കൂടെ +2 പഠിച്ച ശ്രുതിയില്ലേ, ആ ശ്രുതിയുടെ പിന്നാലെ നിങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ +2 പഠിക്കണ കാലത്ത് ടീനേജ് പ്രായത്തിൽ ഒരു ക്രഷ് അല്ലേ? ടീനേജ് ക്രഷ് നിങ്ങളൊന്നും മുതുക്കണ. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ? ഇത് വീടാണോ അതോ ചന്തയാണോ? അതെ, ഞങ്ങൾക്ക് മര്യാദക്ക് കാർട്ടൂൺ കാണാൻ പോലും പറ്റുള്ള. എല്ലാത്തിനും കാരണം നിങ്ങളുടെ അപ്പനാ. ശ്രുതി നിന്റെ അമ്മയുടെ ഫ്രണ്ടാന്ന് അപ്പയ്ക്ക് അറിയില്ലായിരുന്നു മോളെ. ഷോ ഒന്നും മിണ്ടാണ്ടിരിക്കാൻ തേട്ടാ. അപ്പ അമ്മ അസ്വസ്ഥയാണ്. എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഒരു ഗിഫ്റ്റ് മേടിച്ചെടുക്ക്, അമ്മ ഹാപ്പി ആവട്ടെ. അത് ഞാൻ മറന്നു. ആ മറന്നു. അതിന് എന്നെ പറ്റി ഓർക്കാൻ നിങ്ങക്ക് നേരമില്ലല്ലോ. നീയും നാടങ്ങടി, ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ, ഇതുവരെ അത് വരുന്നല്ലോ. എന്നെ പറ്റി ഓർക്കാൻ ടൈമില്ല, മക്കളെ പറ്റി ഓർക്കാൻ ടൈമില്ല, വീട്ടിലത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ഓർക്കാൻ ടൈമില്ല. പക്ഷെ ബാക്കി എല്ലാത്തിനും നിങ്ങൾക്ക് സമയമുണ്ട്. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ മെസ്സേജ്. സർ ഓർഡർ ചെയ്ത പെർഫ്യൂം വന്നിട്ടുണ്ട്. മറ്റന്നാളല്ലേ ആനിവേഴ്സറി, നാളെ വന്ന് ഓർഡർ കളക്ട് ചെയ്തോളൂ. വൈഫിന് എന്തായാലും ഇഷ്ടമാവും. ഇത് ഞങ്ങളുടെ വൺ ഓഫ് ദ പ്രീമിയം പെർഫ്യൂംസ് ആണ്. താങ്ക് യു സർ. നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നേ? അല്ലേലും എന്നെ ഓർക്കാൻ സമയമില്ല, പിള്ളേരെ ഓർക്കാൻ സമയമില്ല, വീട്ടിലെ ഒരു കാര്യം ഓർക്കാൻ സമയമില്ല, പക്ഷേ ബാക്കിയെല്ലാം ഓർക്കാൻ സമയമുണ്ട്. എന്തായി? അങ്ങനെയല്ല, ഇത്രയും തിരക്കിന്റെ ഇടയിലും എന്റെ കാര്യവും കുട്ടികളുടെ കാര്യവും വീട്ടിലത്തെ കാര്യമൊക്കെ നോക്കാൻ സമയമുണ്ടല്ലോ എന്നാ ഞാൻ പറഞ്ഞേ. ഞാൻ എന്തായാലും പോയിട്ടേ ചിക്കൻ കറി വെക്കട്ടെ. അല്ല, ചിക്കൻ കറിയാ വെക്കണ്ടേ ഫ്രൈയാ ചെയ്യണ്ടേ? ആ അപ്പൊ കുറച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്യാം, ബാക്കി കറിയും വെക്കാം അല്ലേ ആണ്ടേട്ടാ? ഒരു സർപ്രൈസ് ആണ് ചീറ്റി പോയത്. ഇതിപ്പോ ആദ്യമായിട്ടൊന്നല്ലല്ലോ. ശീലായി. എന്തായാലും അപ്പയ്ക്ക് അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു.